ആരെ ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് വിചാരിക്കുമോ അവൻ്റെ അഹങ്കാരത്തെ കളയും. അതിനുവേണ്ടിയോ ഏത് സമ്പത്തിലും ഐശ്വര്യത്തിലും സ്ഥാനമാനങ്ങളിലും ആണോ അവന് അഹങ്കാരമുള്ളത് അതൊക്കെ ഇല്ലാണ്ടാക്കി കളയും. ഒന്നുമില്ലാണ്ടായ പിന്നെ എന്തിലും അഹങ്കരിക്കുക? അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ്? നമ്മളിതൊക്കെ ഉണ്ടായി അഹങ്കരിച്ചാൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ ഭാവം ഉണ്ടെങ്കിൽ ഒക്കെ കളയും. നന്ദബാബ അവരെ വിളിച്ചു പറഞ്ഞു, ഇതുവരെ കൃഷ്ണൻ നമ്മളെ മായ കൊണ്ട് മയക്കുമായിരുന്നു. ഈ കൃഷ്ണൻ ഒരു മനുഷ്യക്കുട്ടിയല്ല, ഗോപക്കുട്ടിയല്ല, നമ്മുടെ കൂട്ടത്തിലൊരാളല്ല. ആ ഗർഗൻ പറഞ്ഞത് ശരിയാണ്, നാരായണൻ തന്നെയാണ്. ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടതാണ് വരുണപുരിയിൽ ഉണ്ടായ സംഭവം. അത് കേട്ടതോടുകൂടി ആ ഗോപന്മാർക്ക് മുഴുവനും ഒരാഗ്രഹം ഉണ്ടായത്രേ, ഭഗവാനെ കൃഷ്ണ അവിടുന്ന് സാക്ഷാൽ സർവേശ്വരനാണെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ ആ വാസ്തവ സ്വരൂപം, ആ വൈകുണ്ഠലോകം ഒന്ന് കാണിച്ചു തരണേ എന്ന്. അപ്പോൾ ഭഗവാൻ കാരുണ്യം കൊണ്ട് ഇങ്ങനെ വിചാരിച്ചു അത്രേ, സങ്കല്പസിദ്ധയെ തേഷാം കൃപയാ ഏതത് അചിന്തയത് എന്നാണ്. ഭഗവാൻ അവരോട് കാരുണ്യം തോന്നി. ഭക്തന്മാരല്ലേ, അവരുടെ അഭീഷ്ടം ഭഗവാനല്ലാതെ ആരാ സാധിച്ചു കൊടുക്കുക?